മുമ്പ് ഞാൻ രാപ്പകൽ കാണുമ്പോൾ വളരെ ഭയങ്കര രസകരമായി തോന്നിയൊരു സിനിമേനെ ഇപ്പോൾ ആൾക്കാർ വേറെ ആസ്പെക്റ്റിൽ കണ്ടു തുടങ്ങി. അതായത് അതിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് മമ്മൂട്ടി. അപ്പോൾ ടെക്നിക്കലി ആളവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവരെല്ലാവരും ജോലി ചെയ്ത് അവരെല്ലാവരും ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ അവർ മദ്യപിക്കുക അല്ലെങ്കിൽ ചീട്ട് കളിക്കുക ചെയ്യുമ്പോൾ ഹു ഈസ് ഹീ ടു ഇന്റർഫിയർ ഇൻ ദിസ് എന്നുള്ള ലോജിക്ക് ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാർ. ക്രിയേറ്റേഴ്സിന് ഒരു പ്രതിബദ്ധതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ഉദാഹരണം, ബ്രേക്കിംഗ് ബാഡിന്റെ ക്രിയേറ്റർ വിൻസ് ഗില്ലിഗൻ അദ്ദേഹം പറഞ്ഞത് അവർ ഇൻഡെപ്ത് ക്രിസ്റ്റൽ മെത്ത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യാന്നുള്ള പ്രോസസ്സ് പഠിച്ചെടുത്തു. എന്നിട്ട് ഇവർക്ക് വേണമെങ്കിൽ അത് കൃത്യമായി ഷൂട്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു അത്രേ. പക്ഷെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് ആവും, ആൾക്കാർ ഇത് കണ്ടിട്ട് ചിലപ്പോൾ ക്രിസ്റ്റൽ മെത്ത് വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കും എന്നൊരു കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഷൂട്ട് ചെയ്തില്ല. അത് തന്നെയല്ലേ നമ്മുടെ സിനിമാക്കാരും മിക്കപ്പോഴും ചെയ്യുന്നത്. ഒരു എല്ലാവരും കൂടെ ഓടി ചെല്ലുന്ന ഒരിടത്ത് പെട്ടെന്ന് ഒരു മനുഷ്യൻ തൂങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ കാലുകൾ ആടുന്നു, ഇതേ കാണിക്കുന്നുള്ളൂ. അയാൾ ആ കയറെടുത്തോണ്ട് പോയി മരത്തെ തൂങ്ങുന്നത് നമ്മുടെ സിനിമാക്കാരും കാണിച്ചിരുന്നില്ല. ഇപ്പൊ കാണിക്കുന്നത് പണ്ട് എൻ്റെ സൂര്യപുത്രിക്ക് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് ചാടിപ്പോയി. പക്ഷെ അതൊരു കണ്ടിന്യൂയിങ് പ്രോസസ് ആയിരുന്നില്ല. ഈ ട്രെൻഡുകൾ മാറി മാറി വരുന്നത്, ഇപ്പം എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന നായകൻ അദ്ദേഹം നാടുവിട്ടു പോകുന്നു, പിന്നെ റിച്ചായിട്ട് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് തന്നെ ഉപദ്രവിച്ച എല്ലാവരോടും പുള്ളി മാപ്പ് പറയുന്നു, പുതിയ വില്ലന്മാരെ ഒതുക്കുന്നു. ഇത് ഒരു ട്രെൻഡായിട്ട് ഇതേ തീം വെച്ചുകൊണ്ട് പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു ട്രെൻഡായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു ട്രെൻഡായിരിക്കും ഇനി പക്ഷേ അടുത്തത് വരിക. അല്ലെങ്കിൽ അത് ഈ എല്ലാ സിനിമകളുടെ ഇടയിൽ നിൽക്കുന്നപ്പോഴായിരുന്നു അനിയത്തിപ്രാവ് പോലൊരു പടം വന്ന് ഹിറ്റായത്. അല്ലാതെ ആ സമയത്തൊരു പ്രണയപടം അല്ലെങ്കിൽ പ്രണയ സിനിമകളുടെ ഒരു യാത്രയൊന്നും നടക്കുന്നില്ലായിരുന്നു.